നമസ്കാരം. എന്നോട് കൂടെയുള്ളത് ശ്യാം പ്രസാദാണ്. ശ്യാം പ്രസാദ് ഒരു ആചാര്യനാണ്. നമുക്ക് ആധ്യാത്മികതയെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാളാണ്. നമസ്കാരം. നമസ്കാരം. വളരെ യാദൃശ്ചികമായാണ് അങ്ങയെ ഞാൻ കാണുന്നതും ഇപ്പോൾ ഈ ഒരു സംഭാഷണത്തിലേക്ക് എത്തുന്നത്. ശ്രീ ശങ്കരാചാര്യൻ്റെ ഈ ഒരു വിഗ്രഹവുമായിട്ടുള്ള അങ്ങയുടെ യാത്ര തുടങ്ങിയിട്ട് എത്ര വർഷമായി? ശങ്കരാചാര്യരും കയ്യിലേന്തിയിട്ടുള്ള യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസം മുതലാണ് തുടക്കം കുറിച്ചത്. പക്ഷേ അതുവരെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു രൂപം 2024 ഓംകാരേശ്വറിൽ നർമ്മദാ നദീതീരത്ത് ഗോവിന്ദ ഭഗവത് പാദരുടെ ശിഷ്യനായിട്ട് ചേരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രൂപം 13 വയസ്സുകാരനായ ആ ശില അവിടെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഭാഗ്യത്തിൽ പങ്കാളിയാവാൻ എനിക്കും കൂടി സാധിച്ചു എന്നുള്ളതാണ്. കാരണം പാലക്കാട് ഒരു വേദഗുരുകുല ആചാര്യൻ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ക്ഷണിക്കാനും അവിടെ എത്തിച്ചേരാൻ സാധിച്ചപ്പോഴാണ് ഈ രൂപം ഇങ്ങനെ എല്ലാ വീടുകളിലും എത്തിക്കണം എന്നുള്ളൊരു ആശയവുമായിട്ട് ഒരു വർഷമായി ഈ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് എത്ര ഭവനങ്ങളിൽ എത്തിക്കണമെന്നാണ് ഇപ്പോഴത്തെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നത്? സാന്ദീപിനി സാധനാലയം പ്രതിജ്ഞ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ 1,00,000 കുടുംബങ്ങളിലേക്ക് കേരളത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടത്. പക്ഷേ ഭാഗ്യവശാൽ ഇപ്പോൾ ഇവിടെയും കൂടി എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതിനു മുമ്പും ഞങ്ങൾ ശ്രീമദ് ഭഗവത്ഗീത 1,00,000 കുടുംബങ്ങളിലേക്ക് എന്നുള്ള പ്രചരണം നടത്തി. അത് 2020 കുട്ടികളെ ഭഗവത്ഗീത 700 ശ്ലോകവും ചൊല്ലിപ്പിക്കാൻ സാധിച്ച ഒരു പ്രവർത്തനം 2020 നടക്കുകയുണ്ടായി. പക്ഷേ അന്ന് കൊറോണ മാർച്ച് 21 ഇന്ത്യ മുഴുക്കെ ലോക്ക്ഡൗൺ ആയപ്പോൾ ആ പ്രവർത്തനം ഓൺലൈനിൽ മാത്രമായി എന്നുള്ളതാണ്. ആധ്യാത്മികതയിലേക്ക് എങ്ങനെയാണ് താങ്കൾ ആകൃഷ്ടനായത്? ആധ്യാത്മികതയിൽ ആകർഷിക്കാൻ കാരണം ഞാനൊരു മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു. ഗ്യാസിൻ്റെ മെക്കാനിക്കൽ എൻജിനീയറായിട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സമയത്താണ് അവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറുടെ പ്രഭാഷണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് എന്നെ പിടിച്ചു വലിച്ച് എൻ്റെ വീട്ടുകാരെ, എൻ്റെ ചേച്ചിയും അമ്മയും ചേർന്നാണ് അവിടെ ആ പ്രഭാഷണം കേൾക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഭഗവത്ഗീത പഠിക്കണം. ഭഗവത്ഗീത പഠിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഇടതുവശത്ത് നിന്ന് പഠിക്കണം എന്നുള്ള. കാരണം അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ നമ്മുടെ സൈക്കോളജിക്കൽ മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ എപ്പോഴും ഭഗവാൻ കൃഷ്ണൻ കൈ ചൂണ്ടിക്കൊണ്ടാണ് സംസാരിക്കുക. പലതും കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരു മാർഗത്തെ മനസ്സിലാക്കുന്നു എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വലതുവശത്ത് നിന്നാൽ നമുക്ക് ചിലപ്പോൾ കണ്ണിൽ നമ്മുടെ അദ്ദേഹത്തിൻ്റെ വിരൽ തട്ടും. അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ ഇടതുവശത്ത് നിൽക്കണം എന്നുള്ള ആ ഭാഷ കേട്ടപ്പോൾ ഭഗവത്ഗീതയോടുള്ള താതാത്മ്യം കൂടി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഭഗവത്ഗീത പഠിക്കാൻ എൻ്റെ ഗുരുനാഥനെ അന്വേഷിച്ച് നടക്കുകയും അങ്ങനെ ഭഗവത്ഗീത പഠിക്കാൻ സാധിക്കുകയും ചെയ്തത്. അത് എത്രാമത്തെ വയസ്സിലാണ് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്? പ്രത്യേകിച്ച് ഞാൻ അന്നത്തെ കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ മെക്കാനിക്കൽ ഫീൽഡിലേക്കാണ് പോകുന്നത്. ആദ്യം AC മെക്കാനിസം ആയിരുന്നു. അത് കഴിഞ്ഞ് അതെല്ലാം വിട്ട് ഗ്യാസിൻ്റെ ഫീൽഡിലേക്ക് വന്നു, ഗ്യാസിൻ്റെ പൈപ്പ് ലൈനും. അങ്ങനെ അത് 22ാമത്തെ വയസ്സിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ആശയത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് തട്ടിച്ചു എന്ന് തന്നെ പറയാം. 22 വയസ്സിലാണ് ഞാൻ എൻ്റെ ഗുരുനാഥനെ കാണുന്നത്. സദാനന്ദ സരസ്വതി എന്ന് പറയുന്ന സംപൂജ്യസ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രഥമ ശിഷ്യനായിട്ടുള്ള സദാനന്ദ സരസ്വതി ആണ് ആദ്യമായിട്ട് ഭഗവത്ഗീത ശ്ലോകങ്ങളിൽ അതിൽ പറഞ്ഞു തന്ന ആദ്യത്തെ ശ്ലോകം ഞാൻ കേൾക്കുന്നത് ഇന്നും മറക്കാറില്ല. കാരണം 7ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ ശ്ലോകം, മത്തത് പരതരം നാണ്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായവാന. ഒരു മാലയിൽ മണികളൊക്കെ കോർക്കുന്നത് ഒരു നൂലിലൂടെയാണ്. അപ്പോൾ ആ നൂല് പോലെ ആയിരിക്കണം നമ്മളെല്ലാവരും എന്നാണ് ആ അർത്ഥം നമുക്ക് ഗ്രാഹ്യമായിട്ട് വരുന്ന സമയത്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരു നൂലിൽ കുറക്കാനുള്ള മനസ്സ് ഉണ്ടാവണം, അങ്ങനെ ഒരു ഐക്യം ഉണ്ടാവണം എന്നുള്ള പ്രചോദനമാണ് ആ ശ്ലോകത്തിലൂടെ എനിക്ക് കിട്ടിയത് എന്നുള്ള. അവിടെ നിന്ന് ഈ ഇത് പഠിക്കുകയും പിന്നെ അതിലേക്ക് കൂടുതൽ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്? തീർച്ചയായിട്ടും. കാരണം അവിടെ പഠിക്കാൻ ചെന്നപ്പോൾ ഭഗവത്ഗീത മാത്രമാണ് ലക്ഷ്യമിട്ട് പോയതെങ്കിലും കാലത്ത് ഉപനിഷത്ത് ക്ലാസ്സുകളും മന്ത്രപഠനവും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അവിടെ 5:30 മണിക്ക് മന്ത്ര സൂക്തങ്ങളെല്ലാം പഠിക്കാനുള്ള ഒരു സംവിധാനം സ്വാമിജിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്നും എഴുന്നേറ്റ് പോകാതിരിക്കാൻ രാത്രി അവിടെ തന്നെ താമസം തുടങ്ങി. സ്വാമിജിയുടെ കൂടെ തന്നെ
തുടങ്ങിയപ്പോൾ സ്വാമിജിയുടെ ഒരു യാത്രയിൽ കൂടെ 31 ദിവസത്തെ യാത്രയാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാർഗം ഉണ്ടാക്കുന്നത്. അതായത് കേദാർ, ബദ്രി, ഗംഗോത്രി, യമുനോത്രി, അങ്ങനെ ബദ്രിനാഥ് കഴിഞ്ഞ് അവിടെ നിന്നും വ്യാസഗുഹയിലേക്ക് കയറുന്ന സമയത്ത് സ്വാമിജി പറയാണ്, നാളെ കാലത്ത് വ്യാസഗുഹയിലാണ് നമ്മുടെ അവിടെ വെച്ച് മന്ത്രദീക്ഷയും ഉപനയന സംസ്കാരവും ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് എന്ന് പറഞ്ഞു. വേണമെങ്കിൽ വീട്ടിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം, വീട്ടിലെ ആൾക്കാർ കൂടി ഉപനയന സംസ്കാരം അറിഞ്ഞോട്ടെ. അപ്പോൾ 100% ഗുരുനാഥൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും അതനുസരിക്കാനും ആ മനസ്സ് തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെയാണ് ബദ്രിനാഥ് വ്യാസഗുഹയിൽ നിന്നും എനിക്ക് ഗായത്രി ദീക്ഷയായിട്ട് മന്ത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചെവിയിലേക്ക് എത്താനും അവിടെ നിന്നും ഉപനയന സംസ്കാരത്തോടുകൂടി പൂജാവിധികൾ പഠിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്വാമി അയ്യപ്പ ആ ഒരു പൂജയും ഒക്കെ അങ്ങ് ചെയ്തു തുടങ്ങിയത്. അതെ. അത് എപ്പോൾ മുതലാണ്? അത് 2013 പാലക്കാട് സ്റ്റേഡിയത്തിൽ വെച്ച് പാലക്കാടിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളെയും ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭാഗവത സപ്താഹ യജ്ഞം പാലക്കാട് നടത്തേണ്ടായി സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഒരു മാസത്തേക്ക് ഇവിടെ എൻ്റെ ചേച്ചി ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഇവിടെ വന്ന് അജ്മാനിൽ കുറച്ച് ദിവസം താമസിക്കേണ്ടായി. ആ സമയത്ത് ഇവിടെ ഒരു ആധ്യാത്മിക പ്രവർത്തകരെ എല്ലാവരെയും കണ്ടുമുട്ടാനും അങ്ങനെ എല്ലാവരിലൂടെയും ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഇവർ എല്ലാ വർഷവും അയ്യപ്പ പൂജകൾ നടത്താറുണ്ട്. പക്ഷെ അത് ഒരു വീടുകളിലോ അല്ലെങ്കിൽ ചെറിയൊരു ഹാളിലോ ഒതുങ്ങിക്കൊണ്ടായിരുന്നു. അപ്പോൾ അത് വിപുലമാക്കാൻ അവരും കൂടി ശ്രമിക്കുന്ന സമയത്ത് ഞാനും കൂടി സപ്പോർട്ട് ചെയ്തു. എന്നാലാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. അങ്ങനെയാണ് ആദ്യം ഹാബിറ്റേറ്റ് സ്കൂളിൽ, അന്ന് വിഗ്രഹം ഹാബിറ്റേറ്റ് സ്കൂളിലാണ് ആദ്യമായിട്ട് അയ്യപ്പൻ്റെ ശില കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠ വെച്ച് പൂജകളും ഹോമങ്ങളെല്ലാം ചെയ്ത് തിരിച്ച് അത് ഉദ്ദേശിച്ച് ആ വിഗ്രഹത്തെ തിരിച്ച് ആ ആധ്യാത്മിക സമിതിയിലെ ആൾക്കാർ സ്വീകരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഭജന പാടി കഴിയുമായിരുന്നു. പക്ഷെ പടിപൂജ കൂടി അവിടെ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ അടുത്ത വർഷമാണ് ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ വെച്ചിട്ട് ഗംഭീരമായിട്ടുള്ള അയ്യപ്പ പൂജ നടത്താൻ ആ ഭാരവാഹികളും തയ്യാറായി, ഞങ്ങളും തയ്യാറായി, ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ UAE കൂടി ഇവിടെ എത്താനും ഇവിടുത്തെ ഒരുപാട് കുടുംബങ്ങളെ പരിചയപ്പെടാനും ആ കുടുംബങ്ങളോട് ഒത്തുചേർന്ന് ഇരിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. അതിൽ മഹാഭാഗ്യമായിട്ട് കരുതുന്നു UAE. തീർച്ചയായിട്ടും. അപ്പം ഇവിടേക്ക് ഇപ്പം ഇത് കാണുന്നവർക്ക് ഒരു പക്ഷേ തോന്നുമല്ലോ, അങ്ങയുടെ ഒരു സപ്പോർട്ട് വേണം, അങ്ങയുടെ ഒരു എന്താണ് പൂജയുടെ എന്തെങ്കിലും അതുപോലുള്ള സംബന്ധമായ സപ്പോർട്ട് വേണമെങ്കിൽ എങ്ങനെ അങ്ങയെ ബന്ധപ്പെടാം? തീർച്ചയായിട്ടും. ഇപ്പോൾ UAE എൻ്റെ നമ്പറുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്താലും ആ മെസ്സേജിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പൂജയിൽ ഉപരിയായിട്ട് ഇപ്പോൾ നമ്മൾ ഒരാൾ പൂജ ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും അവർക്ക് മാർഗതടസ്സമോ അല്ലെങ്കിൽ ജീവിത തടസ്സമോ വരുമ്പോഴാണ് ഈശ്വരനെ കൂടുതലായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് ആ ഈശ്വരന് വേണ്ടി പൂജയോ ഹോമമോ ചെയ്യുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് എന്താണ് കാരണം എന്നുകൂടി, അതായത് നമ്മൾ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്ന ആധ്യാത്മിക കൗൺസിലിംഗ് സെൻ്റർ ആവണം ക്ഷേത്രങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ ക്ഷേത്ര ശാന്തിക്കാരൻ ഒരു കൗൺസിലർ ആയിരിക്കണം. വരുന്ന ആൾക്കാരുടെ മനസ്സിലാക്കാനും ജാതകം മാത്രമല്ല അവരുടെ ജീവിതവും കൂടി ഒരു മാറ്റിയെടുക്കാൻ അവർക്കൊരു ഉപദേശകനായിട്ട് മാറാൻ ശാന്തിക്കാരന് തയ്യാറാവണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ പൂജ ചെയ്താലും ആ വീട്ടിലെ ആൾക്കാർ ഹൃദയസ്പർശിയായ വേദനകളുണ്ടാവാം, അവർക്ക് സന്തോഷങ്ങളുണ്ടാവാം. ഇത് പങ്കുവയ്ക്കാൻ ചിലപ്പോൾ പലരും സമയം കൊടുത്തു എന്ന് വരില്ല, സമയം എടുത്തു എന്ന് വരില്ല. അപ്പോൾ അത് അവരുടെ കൂടെ നിന്ന് അവരുടെ കുടുംബാംഗത്തെ പോലെ തന്നെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും അവർക്ക് വേണ്ട ഏത് കാര്യമാണോ നടക്കേണ്ടത് അതിന് വേണ്ട മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് ജപിക്കാനും കുലദേവതയെയും ഗ്രാമദേവതയെയും അവർക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി സങ്കല്പിച്ച് പുഷ്പാർച്ചന നടത്താനും സാധിക്കുന്നു എന്നുള്ള. ഓക്കെ. അപ്പം ഈ പറയും പോലെ ഇപ്പം ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഹൈന്ദവ ആചാരങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങേ ബന്ധപ്പെട്ടാൽ അതിന് വേണമെന്നുള്ള സംവിധാനം ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും അല്ലേ. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും കൂടി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ ഒരാളെ ഇന്നയാളെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു
സംവിധാനം ഇന്ന് സാധിച്ചിട്ടുണ്ട്. 16 വർഷമായിട്ടുള്ള ഈ ശാന്തിക്കാരൻ എന്നുള്ള ഭാവത്തിലിരിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ ആ ശാന്തിക്കാരൻ്റെ പരിപൂർണമായ സപ്പോർട്ട് വേണ്ടവർക്ക് എത്തിക്കാനും ശ്രമിക്കുന്നു. ഓക്കെ, ഈ 16 വർഷമായിട്ട് എവിടെയാണ് അങ്ങ് ശാന്തിക്കാരനായിട്ടുള്ള ഈ നയിക്കുന്നത്? പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു ആനിക്കോട്, മാത്തൂർ പഞ്ചായത്തിൽ ആനിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 1250 കൊല്ലം പഴക്കമുള്ള ഒരു ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നതായിട്ട് ഒരു വീഡിയോയിലൂടെ കാണുകയും അങ്ങനെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറുടെ കൂടെ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആ ക്ഷേത്രം പോയി കാണുകയും അത് ഒരു 6 മാസം കൊണ്ട് പുനരുദ്ധാരണം നടത്തുവാൻ, പുനരുദ്ധാരണം എന്ന് വെച്ചാൽ പൈതൃകത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ അതിനെ നിലനിർത്തി പൂജ കഴിക്കുവാനുള്ള ഒരു സംവിധാനം തുടങ്ങുകയുണ്ടായി. അപ്പോൾ ആ സമയത്തെല്ലാം ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അഷ്ടബന്ധം ഇടിക്കലാണ് ഉത്തരവാദിത്തം. അപ്പോൾ അഷ്ടബന്ധം കൂട്ടിടിച്ച് അത് ഭഗവാനെ ചാർത്തുന്ന സമയത്ത് അതിൻ്റെ കൂടെ സഹകരിച്ചു പോകാൻ സാധിച്ചു. പക്ഷേ ഒരു മാസത്തിനുള്ളിൽ അവിടെയുള്ള ശാന്തിക്കാരൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാമ്പത്തികമില്ലാത്തത് കൊണ്ട് അവിടെ വിട്ടു പോകാൻ തയ്യാറായപ്പോൾ അവിടുത്തെ ഭാരവാഹികളെല്ലാം ഗോപാലകൃഷ്ണൻ സാറുടെ ഭാരവാഹിത്വം വഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അങ്ങനെയാണ് 10 ദിവസത്തേക്ക് ശാന്തിക്കാരനായിട്ട് വരണം, അതിനുള്ളിൽ വേറെ ആരെങ്കിലും വന്ന് അവിടെ പൂജ ചെയ്യാൻ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് അവർ സ്വീകരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ 10 ദിവസം ചെയ്യാം, അതിനുള്ളിൽ ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ ജോലിക്ക് തന്നെ പോകുന്ന വിചാരിച്ച്. പക്ഷെ അവിടെ വന്ന കുട്ടികൾ, വൈകുന്നേരത്ത് അവർ വരുന്ന കുട്ടികൾ, അവർ വിളക്ക് തുടയ്ക്കാനും അവിടെ പാത്രം കഴുകാനും അത് കഴിഞ്ഞ് നിവേദ്യ പൂജ കഴിഞ്ഞ് പ്രസാദം കഴിച്ച് ഒരുമിച്ച് പോകാനും സാധിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഒരു ജീവിതം നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ 16 വർഷമായിട്ട് ഇപ്പോഴും ഒരു ശാന്തിക്കാരനായിട്ട് നിലനിന്ന് വരുന്നു. അപ്പം എത്ര കുട്ടികളെ ഇതുപോലെ ഈ മന്ത്രദീക്ഷയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്? എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചത് ഈ ഒരു ശാസ്ത്രത്തിന് ജാതി വ്യത്യാസമില്ല എന്നുള്ളതാണ്. അപ്പോൾ ജാതി വ്യത്യാസമില്ലാതെ മന്ത്രം പഠിക്കുന്ന ആൾക്കാരെ അവരെ ബ്രാഹ്മണ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ പഠിച്ചുകൊണ്ട് അവർ കൊണ്ടുവരാൻ താല്പര്യമുള്ളവരെ ഉപനയന സംസ്കാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആദ്യത്തെ 3 കുട്ടികളെ ചെയ്യുന്ന സമയത്താണ്, ഉപനയനം ചെയ്യുന്ന സമയത്താണ് ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ഉപനയന സംസ്കാരം അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും, അവരുടെ കുടുംബത്തിലൊരു മാറ്റം ഉണ്ടാവുമെന്നേ അന്ന് പറയാൻ എനിക്ക് സാധിച്ചുള്ളൂ. പക്ഷേ ഇന്ന് ധൈര്യമായിട്ട് പറയാം, 26 കുട്ടികൾ യജുർവേദ മന്ത്രങ്ങളും പൂജാവിധികളും പഠിച്ച് ഉപനയന സംസ്കാരത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. അവരുടെ കുടുംബവും സുഭദ്രമായിട്ട് അല്ലെങ്കിൽ ഭദ്രമായിട്ട് സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ വെച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് സമുദായത്തിലുള്ളവർക്കും ഈ ഇതിലേക്ക് വരാമെന്നുള്ളതാണോ? തീർച്ചയായിട്ടും. അതായത് മൺകലമുണ്ടാക്കുന്ന കുശവനാണെച്ചാലും അവർക്ക് അച്ഛൻ പറഞ്ഞു കൊടുക്കുമത്രേ, വിളക്ക് വെച്ച് കുലദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മൺകൂട്ട് പറഞ്ഞു കൊടുക്കുന്ന സങ്കല്പമുണ്ട്. സനാതനധർമ്മത്തിൽ ഷോഡശ സംസ്കാരങ്ങളിൽ വരുന്നത് ഗർഭാധാന സംസ്കാരം തുടങ്ങി നമ്മൾ ഉപനയന സംസ്കാരത്തിലേക്കൊക്കെ പോകുമ്പോൾ അച്ഛനോ ഗുരുനാഥനോ ഇരുന്നു കൊണ്ട് ആ കുട്ടിക്ക് ജീവിതമാർഗം പറഞ്ഞു കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ആ സമ്പ്രദായം പോലെ തന്നെയാണ് ഏതു പ്രായത്തിലാണോ അവർക്ക് ചിലപ്പോൾ വൈദിക സംസ്കാരത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു ആധ്യാത്മികത ആവശ്യമാണ് എന്ന് പറയുമ്പോൾ ഉപനയനത്തെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഉപനയനത്തിന് 3 കാര്യങ്ങളാണ് പറയുന്നത്. പഠിപ്പിക്കുന്ന ഗുരുനാഥൻ്റെ പരമ്പരയെയും പ്രദാനം ചെയ്യുന്നു, അതുപോലെ പഠിക്കുന്ന ശാസ്ത്രത്തെയും പ്രദാനം ചെയ്യുന്നു, നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിയെയും. അങ്ങനെ 3 നൂലിലായിട്ട് ഈ ദേവതാ സങ്കല്പം ഉപനയനത്തിലൂടെ നമുക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ പോകുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് തോന്നാം നമ്മൾ ബ്രഹ്മചാരിയായിട്ടാണോ ഈ ഇതിൻ്റെ ഒരു യാത്രയെന്ന്. അതിനെക്കുറിച്ച് എങ്ങനെയാണ്? ബ്രഹ്മചാരിയായിരിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കുക. അപ്പോൾ ബ്രഹ്മചര്യം കഴിഞ്ഞാലും ഗൃഹസ്ഥാശ്രമത്തിലും ഉപനയനം ഉണ്ട്, അതെല്ലാവർക്കുമുണ്ട്. പക്ഷെ അത് സ്വീകരിച്ചോളമെന്ന് ഇപ്പോൾ ജാതി വ്യവസ്ഥ അനുസരിച്ച് ആരും അത് ചെയ്യാറില്ല. പക്ഷേ ഗാർഹത്യമായിട്ട് വരുമ്പോഴും അവിടെ ചടങ്ങുകൾ നടത്തുമ്പോൾ അഗ്നിസാക്ഷിയായിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ വിളക്ക് വെച്ചുകൊണ്ട് അത് ചെയ്തു പോകുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രമുറ്റത്ത് നമ്മൾ താലി കെട്ടി മാല മാറ്റി ഉടവ് കൊടുത്തു കഴിഞ്ഞാൽ
നമ്മുടെ ചടങ്ങുകൾ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ പണ്ടത്തെ സംസ്കാരം അനുസരിച്ച് അഗ്നിസാക്ഷിയായിട്ടാണ് എല്ലാവരും വിവാഹധർമ്മം. കാരണം അഗ്നിയെ ഈശ്വരനായിട്ട് കണക്കാക്കുകയും ആ ഈശ്വരൻ നമുക്ക് സർവ്വ പ്രചോദനവും തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അത് നിലനിർത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപനയനം എല്ലാവർക്കും ചെയ്യാമെന്നുള്ളതാണ്. ഏത് ജാതിയിൽ വന്നാലും അവർക്ക് വൈദിക പഠനമാണെച്ചാലും ശരി, അവരുടെ മറ്റു കുലത്തൊഴിലാണെച്ചാലും ശരി, അതിന് ഉപനയന സംസ്കാരം ആവാമെന്നുള്ള സമ്പ്രദായമുണ്ട്. അപ്പോൾ ഇനി എപ്പോഴാണ് ഗൾഫിലേക്ക് വരുന്നത്? ഞാനിപ്പോൾ എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആധ്യാത്മിക പൂജകൾ, അയ്യപ്പ പൂജകൾ നടക്കുന്നതെല്ലാം. അപ്പോൾ ഇപ്രാവശ്യമാണ് ഫെബ്രുവരി മാസത്തിൽ വരാൻ സാധിച്ചത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഗവർണറായിട്ടുള്ള ബഹുമാനപ്പെട്ട ആനന്ദ് ബോസ് സാറ് ഡിസംബർ 23-ാം തീയതിയാണ് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ വരികയും അവിടെ നമ്മളൊരു മുത്തശ്ശൻ വീട് എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെ ഒരുമിച്ച് താമസിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ ആധ്യാത്മികതയും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ട ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനോടുകൂടി 3 നേരവും ഭക്ഷണവും വസ്ത്രവും അലക്കിക്കൊണ്ട് അവരെ വൃത്തിയാക്കി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനത്തിലേക്ക് വേണ്ട ആദ്യ പടവ് എന്നുള്ള രീതിയിൽ അവിടെ നമ്മൾ ശിലാസ്ഥാപനം നടത്തി. അത് ഭാഗ്യവശാൽ ആദിശങ്കരൻ്റെ ഒരു മഹത്വം കൊണ്ടാണ്. കാരണം സരിത അയ്യർ എന്ന് പറഞ്ഞ ആധ്യാത്മിക പ്രഭാഷകയുണ്ട് ഏറ്റുമാനൂർ. അവർ ഡൽഹിയിൽ പോയപ്പോൾ ആദിശങ്കരനെയും കൊണ്ടാണ് പോയത്. അപ്പോൾ ആനന്ദ് ബോസാർക്ക് ആദിശങ്കരനെ കൊടുത്തപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അഞ്ചുമൂർത്തി ക്ഷേത്രം കാണണമെന്ന് പറയുകയും ഉടനടി അതിനുള്ള തീരുമാനമെടുത്ത് ഒഫീഷ്യലി അത് വരികയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരു മഹത്തായ വ്യക്തി അഞ്ചുമൂർത്തിയിൽ വരുമ്പോൾ അവിടെ നമുക്ക് തറക്കല്ലിടാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടി എന്നുള്ളതാണ്. അത് എന്നായിരിക്കും അതിൻ്റെ മൊത്തം പ്രവർത്തനം? ആ പ്രപ്പോസൽ നമ്മൾ 3 വർഷത്തേക്കാണ് വെച്ചിരിക്കുന്നത്. കാരണം 3 ഫ്ലോറുള്ള ബിൽഡിംഗ് ആണ്, 40 റൂംസാണ് വരുന്നത്. ഒരുമിച്ച് താമസിക്കാൻ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെ ആണെച്ചാലും ഒരുമിച്ച് താമസിപ്പിക്കാനുള്ള മുത്തശ്ശൻ വീട്, അതാണ് ആ കൺസെപ്റ്റ്. പ്രായമുള്ള ആൾക്കാരാണ്, മീൻസ് ചിലപ്പം മക്കളൊക്കെ വിദേശത്തായിരിക്കാം, അവർക്ക് അല്ലെങ്കിൽ ആരും ഇല്ലായിരിക്കാം, ഇവർ ഒറ്റയ്ക്ക് പെട്ടുപോകുന്നവർ, റീഹാബിലിറ്റേഷൻ പോലെ. അതെ, എന്ന് വെച്ചാൽ കുറേ വീടുകളിലേക്ക് പോയപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം വേണ്ട, ഒരു ആക്ടിവിറ്റീസിൽ അവർ പങ്കാളി ആവില്ല. അപ്പോൾ എല്ലാത്തൊന്നും ഒരു വിരമിച്ചിരിക്കുന്ന ആൾക്കാരെ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നിനോടും താല്പര്യമില്ല, ഒറ്റപ്പെട്ടു പോകുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മരുന്ന് ചിലപ്പോൾ കൂടുതൽ കഴിക്കുന്നുണ്ടാവും, പക്ഷെ അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് സുരക്ഷിതമാക്കണമെങ്കിൽ മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ ആഹാരവും അതിനനുസരിച്ച് നിന്നില്ലെങ്കിൽ അവരുടെ ഹെൽത്ത് പെട്ടെന്ന് വീക്കായി പോകും. അപ്പോൾ അത് കൂടി കൊണ്ടുവരാനും കൂടിയാണ്. കാരണം മുത്തശ്ശൻ പേരക്കുട്ടിയോട് കാണിക്കുന്ന വാത്സല്യം, സ്നേഹത്തെ കൊണ്ടു കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ മുത്തശ്ശൻ വീടിൻ്റെ കൺസെപ്റ്റ്. ഒരുപാട് സന്തോഷം. ഒരുപാട് നല്ല പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ തീർച്ചയായിട്ടും കൂടുതൽ ചെയ്യാൻ കഴിയട്ടെ. വലിയ ഒരു ഒരു കൺസെപ്റ്റ് തന്നെയായിട്ട് ഇത് വളർന്നു വലുതാകട്ടെ. എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും. കാരണം ആദിശങ്കരനെയും UAE-യിലേക്ക് എത്തിക്കുന്ന സമയത്ത് വിചാരിച്ചില്ല ഇത്രത്തോളം സ്വീകാര്യത ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ശില്പാജി മുതൽ ഒട്ടനവധി കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുമ്പോൾ അവർ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും ശങ്കരനെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു പ്രതിപാദിപ്പിക്കാൻ സാധിച്ചു. കാരണം ബഹുമാനപ്പെട്ട നമ്മുടെ വിശ്വനാഥ് അർലേക്കർജി, നമ്മുടെ കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ബീഹാർ ഗവർണറായിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ശാരദാ മഠത്തിൽ പോയി നമസ്കരിച്ചു. സ്വാമിജി പറഞ്ഞു, നിങ്ങൾ ആദ്യം കാലടിയിൽ ശങ്കരനെ നമസ്കരിക്കുമെന്ന്. അപ്പോൾ ഉടനെ അദ്ദേഹം ബീഹാർ ഗവർണറായിരുന്നു കൊണ്ട് തന്നെ കാലടിയിൽ വന്ന് ശങ്കരനെ നമസ്കരിച്ചു പോയി. 1 മാസം കൊണ്ട് അദ്ദേഹത്തിന് കേരള ഗവർണറായിട്ട് ചാർജ് എടുത്തു എന്നാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശങ്കരൻ ജയന്തി ദിവസമാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറും കൂടി ചേർന്ന് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെയുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ അദ്ദേഹം എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ശങ്കരനെ കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒരു നിമിത്തമായി ശങ്കരനെ വീണ്ടും കേരളത്തിലുള്ള ആൾക്കാർ സ്വീകരിക്കണം, അല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തത്തെ എല്ലാവരും ഒന്ന് ആചാരത്തോടുകൂടി പിടിക്കണം എന്നുള്ള
ആശയം ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ വരാൻ സാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ 1 ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെ ഇത്തരത്തിൽ അമ്മ ചാനലിനും ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം ഇത്രയും ആദ്യം മാധ്യമപ്രവർത്തകർ, കാരണം എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതെന്താ വെച്ചാൽ ഒരു ആചാരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പ്രചരിപ്പിച്ചാൽ മാത്രമേ സമൂഹത്തിലെ എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കൂ. അപ്പോൾ വലിയൊരു പ്രചരണ മേഖലയാണ് ഇന്ന് മാധ്യമം എന്ന് പറയുന്നത്. അത് അങ്ങയുടെ സമക്ഷം എനിക്ക് ഇവിടെ വെച്ച് കിട്ടി എന്നുള്ളതാണ്. അത് മഹാഭാഗ്യമായിട്ട് കണക്കാക്കാം. തീർച്ചയായിട്ടും. അല്ല, ഞാനത് അറിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അങ്ങേയും എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവർക്കും. താങ്ക് യു.